ഹലോ, അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ നമ്മൾ ജയിലിൽ പോയാലും വേണ്ടില്ല. കാരണം രാജ്യത്തെ ജനാധിപത്യം മരവിപ്പിച്ച് നിർത്തിയിരിക്കുക. അട്ടിമറിയിലൂടെയാണ് പല സ്റ്റേറ്റും ഇവർ കൈയടക്കിയത്. ഇതിന്റെ യാഥാർത്ഥ ചിത്രം പുറത്തു വന്നപ്പോൾ പാർലമെന്റിൽ പോലും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെളിവ് സത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ തലകുനിച്ച് നിൽക്കുകയാണ്. മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ഡെമോക്രസിയെ മരവിപ്പിച്ച് പിൻവാതിലൂടെ അധികാരത്തിൽ വന്നവരാണ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇരിക്കുന്നത് വെച്ചാൽ എങ്ങനെ വില വയ്ക്കും? അന്താരാഷ്ട്ര സമൂഹം നാണം കെട്ട് നിൽക്കുകയാണ് ഇന്ത്യയുടെ കാര്യം കേട്ടിട്ട്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യണം. ആരാണ് വോട്ട് അട്ടിമറി നടത്തിയത്? ഒരു റൂമിൽ 80 വോട്ട്, ഒരു ഫ്ലാറ്റിൽ 5000 വോട്ട്. ചിന്തിക്കാൻ കഴിയാത്ത ജനാധിപത്യ അട്ടിമറിയാണ് വോട്ടർ പട്ടികയിലൂടെ നടത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ നടത്തി, ഇപ്പോൾ വോട്ടർ പട്ടികയിലൂടെ നടത്തി. ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ വികലമാക്കിക്കൊണ്ട് മോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഒഴിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ജനാധിപത്യ ഹത്യക്കെതിരായി വലിയൊരു പോരാട്ടത്തിലാണ്. ഈ പോരാട്ടം അതിശക്തമായി തുടരും. നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ എല്ലാ തെളിവുകളും ഹാജരാക്കി ഞങ്ങൾ പോരാട്ടം തുടരും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തെ സംശുദ്ധീകരിക്കാൻ, ഇന്ത്യയിലെ എല്ലാവർക്കും തുല്യമായ ഉള്ള വോട്ടവകാശം അട്ടിമറിക്കപ്പെടുന്നതിനെതിരെ നിയമപരമായിട്ടുള്ള പോരാട്ടവും തുടരും. ഇലക്ഷൻ കമ്മീഷനെ കാണാൻ അനുമതി തന്നതാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ MP-മാരെ അകത്തേക്ക് കയറ്റിയില്ല. ജനാധിപത്യ വിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുകയാണ്. മോദിയുടെ BJP-യുടെ വാലാട്ടികളായിട്ട് അധപ്പതിച്ച ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. ഒരാൾക്ക് നീതി കിട്ടില്ല. ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അട്ടിമറിക്കപ്പെടും. വലിയ ആശങ്കയുണ്ട്. ജനാധിപത്യം മരവിപ്പിച്ച് നിർത്തി ഇവർ പിൻവാതിലൂടെ അധികാരം പിടിക്കാനുള്ള ഹീന ശ്രമമാണ്. ഇതിന് എന്ത് വില കൊടുത്തും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടുക തന്നെ ചെയ്യും. അതാണ് നമ്മളോടൊപ്പം ശ്രീകണ്ഠൻ MP-യാണ് ഉണ്ടായത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പോരാട്ടം തുടരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായാലും കടത്തിവിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.